السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആത്മസമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശവുമായി ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ വിശ്വാസികളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കോട്ടയം ടൗൺ താജ് ജുമാ മസ്ജിദിന്റെ പേരിൽ ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅ്മാൽ, ഈദുക്കും മുബാറക്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന ആഘോഷ സുദിനങ്ങളാണുള്ളത്. അതിലൊന്ന് ഈദുൽ ഫിത്തറും രണ്ട് ഈദുൽ അദ്ഹയുമാണ്. ഈദുൽ ഫിത്തറിനെ സംബന്ധിച്ചാണ് ചെറിയ പെരുന്നാൾ എന്ന് പറയപ്പെടുന്നത്. ഈദുൽ അദ്ഹ അതാണ് ബലിപെരുന്നാൾ. നീണ്ട ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കടന്നു വരുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തർ. എന്നാൽ ഇസ്ലാമിലെ മറ്റൊരു പ്രധാനമായ വളരെ മഹത്തരമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇസ്ലാം 5 കാര്യങ്ങളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ 5-മതായി പറയപ്പെടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒന്നാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത്. ആ ഹജ്ജിന്റെ പരിസമാപ്തി എന്നോണം കടന്നു വരുന്ന ആഘോഷ സുദിനമാണ് ഈദുൽ അദ്ഹ. ആ ഈദുൽ അദ്ഹയിലാണ് ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ പ്രബല മതങ്ങളാകുന്ന ജൂത, ക്രൈസ്തവ, ഇസ്ലാം തുടങ്ങിയ എല്ലാ മതവിഭാഗങ്ങളും ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അബ്രഹാം എന്ന ഇബ്രാഹിം പ്രവാചകന്റെയും കുടുംബത്തിന്റെയും ഓർമ്മകളാണ് ബലിപെരുന്നാൾ വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത്. ഭൗതികമായ സകല ഇച്ഛകളെയും ദൈവപ്രീതിയുടെ ബലിക്കല്ലിൽ സമർപ്പിച്ച ഇബ്രാഹിമി കുടുംബം മാനവരാശിക്ക് എന്നേക്കും മാതൃകയാണ്. ത്യാഗം, സമർപ്പണം, സഹനം, ഇതാണ് ഇബ്രാഹിമി മാർഗത്തിന്റെ അടിത്തറ. ഈ 3 ഉയർന്ന ഗുണങ്ങൾ മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ ഏതു പ്രതിസന്ധിയുടെ നടുവിലും ഈ ഉയർന്ന ഗുണങ്ങൾ, ഈ ഉയർന്ന മൂല്യങ്ങൾ അഥവാ ത്യാഗവും സമർപ്പണവും സഹനവും മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഈദുൽ അദ്ഹ എന്നതാണ് ഈ ബലിപെരുന്നാളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതുപോലെ പ്രിയപ്പെട്ടവരെ, ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാന സന്ദേശം അത് സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ്. മനുഷ്യർക്കിടയിൽ വർഗത്തിന്റെയോ
വർണ്ണത്തിന്റെയോ വംശത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ യാതൊരു വേർതിരിവുകളുമില്ല എന്ന തിരിച്ചറിവ് വിശ്വാസികൾക്ക് നൽകുന്നു എന്നതാണ് ബലിപെരുന്നാളിന്റെ മറ്റൊരു പ്രത്യേകത. ദേശഭിത്തികൾ തട്ടിത്തകർത്ത് ഭാഷാ കടമ്പകൾ അറുത്തുമാറ്റി സകല ജാടകളും അഴിച്ചു വെക്കാൻ ഈ ആഘോഷ സുദിനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു ഇബ്രാഹിമി സ്മരണകൾ അലയടിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന അനുചരന്മാരെ സാക്ഷി നിർത്തിയിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു, അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അഅജമി വലാ ലിഅജമിയ്യിൻ അലാ അറബി വലാ അഹ്മറ അലാ സുവദ് വലാ സുവദ അലാ അഹ്മർ ഇല്ലാ ബിത്തഖ്വ. പ്രവാചകൻ മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, മാനവ സമൂഹത്തെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ പറയുകയാണ്, മനുഷ്യരെ, നിങ്ങളുടെ നാഥൻ ഒന്നാണ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ജാതീയതയുടെയോ വംശീയതയുടെയോ വർഗത്തിന്റെയോ പേരിൽ ഒരു വേർതിരിവുമില്ല. നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒരു പിതാവിന്റെ മക്കളാണ്. നിങ്ങൾക്കിടയിലെ വെളുത്തവരും കറുത്തവരും, അറബിയും അനർബിയും, പാശ്ചാത്യനും പൗരസ്ത്യനും, മുതലാളിയും തൊഴിലാളിയും, ഭരണാധികാരിയും ഭരണീയനും എല്ലാവരും സമന്മാരാണ്. എന്നാൽ ഇല്ലാ ബിത്തഖ്വ, സൂക്ഷ്മത നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാരോ അവരൊഴികെ. എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടാരും പ്രത്യേക പരിഗണനയ്ക്ക് അർഹതപ്പെട്ടവരല്ല. കർമ്മം കൊണ്ടാണ് ഒരാൾ ആദരിക്കപ്പെടുന്നതും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്നതും. ജന്മം കൊണ്ട് എല്ലാവരും തുല്യരാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തുപോകുന്നു മഹാകവി ഉള്ളൂരിന്റെ ചില വരികൾ. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർന്ന നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരു മുന്തിരിക്കുലയിലെ മുന്തിരികൾ ഒന്നൊന്നിനോട് എത്രമേൽ ചേർന്നു നിൽക്കുന്നോ അതുപോലെ മനുഷ്യവർഗം ഒന്നായി ഒരുമയോടെ ഒരുമ്മ പെറ്റ മക്കളെപ്പോലെ, ഒരു മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെപ്പോലെ ചേർന്നു നിൽക്കേണ്ടവരാണ് എന്ന് പറയപ്പെടുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മോട് പറയുന്നതും നമുക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാം തുല്യരാണ്. നിങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗീയതകളും എല്ലാ വർഗീയതകളും നിങ്ങൾ മാറ്റിവെച്ച് സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ നിങ്ങൾ ജീവിക്കുക. അതിലാണ് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവുക. ചുരുക്കത്തിൽ എല്ലാ വിഭാഗീയതകൾക്കും വംശീയതകൾക്കും സാമുദായികതകൾക്കും അതീതമായ വിശാല മാനവികതയാണ് ഇബ്രാഹിമി സരണിയുടെ അന്തസത്ത. ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കാൻ സ്നേഹവും സൗഹാർദ്ദവും നിറഞ്ഞ ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ഈ ബലിപെരുന്നാൾ പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.